ഹലോ കൂട്ടുകാരെ, നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ? ഒരു ദിവസം ഒരു മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം? അത് കേട്ട് അച്ഛൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ഒരു കല്ലെടുത്ത് മകൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മകനോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ മൂല്യം അറിയണമെങ്കിൽ നീ ഈ കല്ലുമായി മാർക്കറ്റിലേക്ക് പോകുക. ആരെങ്കിലും ഈ കല്ലിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടണ്ട, പകരം 2 വിരൽ ഉയർത്തി കാണിക്കുക. ആ മകൻ അച്ഛൻ പറഞ്ഞതുപോലെ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിലെ തിരക്കിനിടയിൽ അവൻ ആ കല്ലുമായി വളരെ അതിശയത്തോടെ നിന്നു. അപ്പോൾ ഒരു പ്രായമായ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എത്രയാണ് ഈ കല്ലിൻ്റെ വില? അവൻ ഒന്നും മിണ്ടിയില്ല, പകരം 2 വിരൽ ഉയർത്തി കാണിച്ചു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, 20 രൂപയോ? മകനെ, ഈ കല്ല് ഞാൻ എടുത്തുകൊള്ളാം. അതുകേട്ട് അവൻ അതിശയിച്ചു. ഈ സാധാരണ കല്ലിന് 20 രൂപയോ? അവൻ ഓടി അച്ഛൻ്റെ അടുത്തെത്തി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, മാർക്കറ്റിൽ ഒരു പ്രായമായ സ്ത്രീ ഈ കല്ലിന് 20 രൂപ തരാമെന്ന് പറഞ്ഞു. അത് കേട്ട് അച്ഛൻ പറഞ്ഞു, മോനെ, നീ ഈ കല്ലുമായി അടുത്തുള്ള മ്യൂസിയത്തിലേക്ക് പോകൂ. അവിടെയും ആരെങ്കിലും ഇതിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, പകരം 2 വിരൽ ഉയർത്തി കാണിക്കൂ. അവൻ ഉടനെ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ അവൻ്റെ അടുത്തെത്തി. എന്നിട്ട് അവനോട് ചോദിച്ചു, സാർ, എന്താണ് ഈ കല്ലിൻ്റെ വില? അവൻ ഒന്നും മിണ്ടാതെ 2 വിരൽ ഉയർത്തി. അയാൾ ചോദിച്ചു, 2000 രൂപയോ? എനിക്ക് തരൂ, ഈ കല്ല് ഞാൻ വാങ്ങിക്കോളാം. അവൻ അതിശയപ്പെട്ടു. ഓടി വീട്ടിലെത്തി അച്ഛനോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ, ഇനി നീ ഈ കല്ലുമായി വിലയേറിയ വജ്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോകൂ. അവിടെയും ആരെങ്കിലും ഈ കല്ലിൻ്റെ വില ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, 2 വിരൽ ഉയർത്തി കാണിക്കുക. അവൻ അതിയായ ആവേശത്തോടെ കടയിലേക്ക് ഓടി. പതുക്കെ കടയിലേക്ക് കയറി. അവിടെ ക്യാഷ് കൗണ്ടറിൽ ഒരു പ്രായമായ ആൾ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ കയ്യിലെ കല്ല് കണ്ടതും അയാൾ ചാടി എണീറ്റു. അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവനോട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കല്ല് കണ്ടിട്ടില്ല. നിനക്കിത് എവിടുന്ന് കിട്ടി? ഈ കല്ലിന് എത്ര വില തരണം? എത്രയാണിതിൻ്റെ വില? അവൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഒന്നും മിണ്ടാതെ 2 വിരൽ ഉയർത്തി. കടയുടമ ഒട്ടും ശങ്കിക്കാതെ, 2 ലക്ഷം രൂപയോ? ഞാൻ വാങ്ങിക്കൊള്ളാം. അവന് ഒന്നും വിശ്വസിക്കാനായില്ല. അവൻ അതിവേഗം ഓടി അച്ഛൻ്റെ അടുത്തെത്തി. ഈ കല്ലിന് 2 ലക്ഷം രൂപ കിട്ടുമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അവനെ അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യമെന്ന്? ഈ കല്ല് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എവിടെ ആയിരിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. അതേ കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ വജ്ര വ്യാപാരിയെ പോലെയാണ്. നമ്മുടെ വാല്യൂ അവർക്കറിയാം. അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. മറ്റു ചിലർ അവരുടെ കാര്യസാധ്യത്തിനായി മാത്രം ഉപയോഗിക്കുന്നവരാണ്. ഇക്കൂട്ടർക്ക് നമ്മുടെ കഴിവിനെക്കുറിച്ചോ നമ്മളിലെ നന്മയെക്കുറിച്ചോ തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, ഇവർക്ക് നമ്മൾ ഒന്നുമല്ല. ജീവിതത്തിൻ്റെ മൂല്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. So it's upon you, dear, to decide the value of your life. Good night. Thank you.